ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മൂന്ന് ചേരുവകൾ മാത്രമാണ് ഇതിന് വേണ്ടത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒന്നും കേട്ടോ. സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ തയ്യാറാക്കുമ്പോൾ ചൈന ഗ്രാസൊക്കെ ചേർക്കാറുണ്ടല്ലേ. അപ്പോൾ അതൊന്നും ചേർക്കാതെ കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് പുഡിങ്ങൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പുഡിങ്ങാണിത്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ടൈം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് സെറ്റ് ആവാൻ മാത്രം കുറച്ച് ടൈം വേണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാല് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്ത ഏത് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അരക്കപ്പ് കോൺഫ്ലോർക്ക് ഞാൻ അരക്കപ്പ് പാൽ തന്നെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇത് നമ്മൾ മൈദപ്പൊടി പോലെ നല്ല പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഒരുവിധമൊക്കെ നമുക്കിതിങ്ങനെ അലിഞ്ഞു കിട്ടും കേട്ടോ. ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സാക്കി എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാന് സ്റ്റൗവിൽ വെക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ പാലൊഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പാൽ തിളച്ച് കിട്ടും. അപ്പോൾ അതാ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ പിടിച്ചിരുന്നിട്ടുണ്ടാവും പാലിങ്ങനെ കട്ടിയായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ എടുത്ത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴുള്ളൂ പാൽ നല്ലൊരു കട്ടിയായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരുവിധം മധുരം വേണ്ടവർക്കൊക്കെ ഈ ഒരു അരക്കപ്പ് പഞ്ചസാര മാത്രം മതി കേട്ടോ. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇതന്നെ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അരക്കപ്പ് പഞ്ചസാരനെ നമ്മൾ ഈ ഒരു പാക്കറ്റ് പാല് പുഡിങ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് 1 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തപ്പോഴത്തേനും അതൊക്കെ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഈ കോൺഫ്ലോർ ചൂട് തട്ടുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കട്ടിയായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ തവി കൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ചെറുതായിട്ട് തിക്കായി വരുന്നുണ്ട്. ഈ ടൈമിലൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ കട്ടിയായിട്ട് കിട്ടേണ്ട ആവശ്യം നല്ല ഒരു മീഡിയം രീതിയിൽ കട്ടിയായിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ കണ്ടോ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്നായി കിട്ടണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇത് ശരിയായി കിട്ടും. ഇപ്പോൾ ഇതാ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി നമുക്ക്. കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പരുവായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ. അപ്പോൾ ഞാനിവിടെ റൗണ്ടിൻ്റെ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഇനി ഇതുപോലത്തെ പാത്രങ്ങളില്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുക്കാം. എന്നിട്ട് എല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക കേട്ടോ. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് പുറത്ത് വെച്ച് നല്ലപോലെ തണുപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു പകുതിയോളം ചൂട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. നിങ്ങൾക്ക് കടയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. അപ്പോൾ ഇത് വീട്ടിലാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. കളറ് മാറരുത്. കളറ് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ പോകുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര മതി. ഇനി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് മാറും. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ അത് 2 മണിക്കൂർ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പുഡിങ്ങൊക്കെ അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഒരു 2 മണിക്കൂർ സെറ്റാക്കാൻ വെക്കേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ട് വേണ്ടത്. ബാക്കിയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇനി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടും. നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇത് ഒഴിച്ചു കൊടുത്തിരുന്നത്. പിന്നെ ഇതുപോലെ സൈഡൊന്ന് വിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്താൽ പെട്ടെന്ന് വിട്ട് കിട്ടും. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാലേ സെറ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മുകൾ വശം സെറ്റായിട്ട് കാണും, പക്ഷേ ഉൾവശമൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു ലൂസായിട്ടിരിക്കും. അപ്പോൾ എന്തായാലും 2 മണിക്കൂർ നിങ്ങൾ വെക്കുക, അപ്പോഴും ഇതുപോലെ ആയി കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പുഡിങ്ങൊക്കെ അവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വായിലിട്ട് അലിഞ്ഞു പോകുക എന്നറിയില്ലേ, അതുതന്നെയാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റാണ്. നല്ല തണുപ്പോടുകൂടെ കഴിക്കാനാട്ടോ ഇത് ടേസ്റ്റ്. അപ്പോൾ അത് ഞാനിതുപോലെ പീസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോക്കനട്ട് ഉണ്ടല്ലോ, ഡിസ്കേറ്റഡ് കോക്കനട്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും, കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതില്ലാതെ നമുക്ക് ഇതുപോലെ വേണമെങ്കിലും കഴിക്കാം. അതിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ 3 ചേരുവകൾ മാത്രമാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുഡിങ് വേണമെന്നൊക്കെ കുട്ടികളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലും കോൺഫ്ലവറും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നമുക്ക് വീട്ടിലെപ്പോഴും ഉള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.